ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക്ക്. നമ്മൾ പള്ളിയിലേക്ക് കയറാണ്. പള്ളിയിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് ആൾക്കാർ പള്ളിയിലേക്കാണ്. കാരണം ഇന്ന് പെരുന്നാളല്ലേ. നേരത്തെ കാലത്ത് വന്ന് ഉള്ളിൽ എ സിയിൽ സീറ്റ് പിടിച്ചാൽ തിരക്കി കയറാം. നമ്മളെങ്ങനെയായാലും കുത്തി തിരക്കി ഉള്ളിൽ കയറി ഒരു മൂലക്കല് എല്ലാവരും അടിയിലൊക്കെ ആയിട്ട് പോയി ഇരുന്നിക്കണ്. കാരണം അത്രയും നേരം എ സി കുതിർക്കണ്ടേ. എല്ലാവരും നിങ്ങും എ സി ഇല്ലെങ്കിൽ പിന്നെ ചൂടോട് ചൂടിലേക്ക് കയറും. അങ്ങനെ പള്ളിക്ക് ഇറങ്ങി നേരെ പോയത് ഇപ്പാനെ കബറങ്ങാണ്. ഇപ്പം അല്ലാതെ 7ാമത്തെ പെരുന്നാളാണത്. ഇപ്പം അല്ലാത്ത സങ്കടം നമ്മളെ മനസ്സിലെപ്പോഴും ഉണ്ട്. അങ്ങനെ കബറങ്ങ പോയിട്ട് നമ്മൾ ദുആ കഴിഞ്ഞ് നേരെ എന്ത് ചെയ്തു, പള്ളിന്റെ പുറത്തിറങ്ങിയപ്പോൾ SKSFിന്റെ ആൾക്കാർ നമ്മൾ നല്ല പായസം കൊടുക്കണം. നല്ല തണുത്ത പായസം, എന്തൊക്കെയാ സാധനങ്ങളായാലും മിക്സ് ആക്കിയാണ്. ഏതായാലും നല്ല രസമുണ്ട് കാണാൻ. ഈ പെരുന്നാളൊക്കെ ആകുമ്പോഴാണ് എല്ലാവരും ഇങ്ങനെ കൂടുന്നതും രസമായിട്ട് എല്ലാവരും വർത്തമാനം പറയണൊക്കെ. എല്ലാവരും ഉണ്ട് പള്ളിന്റെ മുമ്പിൽ. എല്ലാവരും കണ്ട് സലാം പറഞ്ഞ് നേരെ വരി പോയപ്പോൾ ഉമ്മാന്റെ വക പായസം. ആ പായസം കുടിച്ച് വെള്ളം അച്ഛൻ നമ്മളവിടെ ആ കഴിഞ്ഞ് പെങ്ങളെ വരി പോകാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ പുറത്ത് ഭയങ്കര ഫോട്ടോഷൂട്ട് എടുക്കുന്നത്. നല്ല രസമുള്ള സ്ഥലം. നമ്മളെ എന്റെ ഓപ്പോസിറ്റ് നമ്മുടെ ചെങ്ങന്മാരാണ്. പെരക്കാർ ഫോട്ടോ എടുക്കേണ്ട എല്ലാവരും ഓല എന്തായാലും നല്ല ആർമാച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ കഴിഞ്ഞ് അളേന്റെ വരിയിലെത്തിയപ്പോൾ എന്തുണ്ട്, പെങ്ങളും അളയനും ഇപ്പാപ്പയും ഇസു എല്ലാവരും അവിടെ ഉണ്ട്. ഇസു എന്തോ പൂത്തിരി കത്തിച്ചാണ്ട് കത്തിച്ചണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട്. വലിയൊരു പൂത്തിരി എടുത്താണ്ട് കത്തിച്ചണം എന്ന് പറയുന്നുണ്ട്. ഏതെല്ലാം ഒക്കെ കഴിഞ്ഞ് അവിടുന്ന് പായസം കുടിച്ച് ഇങ്ങനെ ഇറങ്ങാൻ നേരത്തെ നമുക്ക് ഫോട്ടോ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്നപ്പോൾ സ്ലോ മോഷൻ എടുക്കാൻ തോന്നുന്നു. അങ്ങനെ സ്ലോ മോഷൻ എടുത്ത് അങ്ങനെ പെങ്ങളോട് നിന്ന് നമ്മളെ കുറച്ച് ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി പോണ പോക്കാണ് ഈ കാണുന്നത്. ഫോട്ടോസൊക്കെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടോണ്ടിയല്ല രസമുള്ള ചൊറുക്കുള്ള ഫോട്ടോസാണ്. നമ്മളെ ചൊർക്ക് കൂടിക്കണമെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെ ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് വന്ന് നല്ല ബിരിയാണിയും ബീഫും, ലഗോൺ ബിരിയാണി ആട്ടോ. ലഗോൺ ബിരിയാണി വേറെ രസം തന്നെയാണല്ലോ. ബീഫും കൂട്ടി നമ്മളെ നല്ല തട്ടണ രസമാണ്. ഈ ബിരിയാണി അല്ല, നമ്മളെ പെരുന്നാളിൽ ഉണ്ടാക്കുന്ന ബിരിയാണി വേറെ രസം തന്നെയാണ്. പിന്നെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒക്കെ മിക്സ് ആക്കി ഇങ്ങനെ അടിക്കുമ്പോൾ ഓന്റെ സാറേ ചുറ്റുള്ളൊന്നും കാണൂല പറഞ്ഞവര്. എന്താ അതിന്റെ രസമേ പടച്ചോനെ. ബിരിയാണി കഴിച്ച് കഴിഞ്ഞപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞ പുഡിങ് ഉണ്ടാക്കിയിരുന്നു. മാംഗോ പുഡിങ്ങും അതേമാതിരി കേക്ക് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ കഴിച്ച മാംഗോ പുഡിങ് ആദ്യം കഴിച്ച് നോക്കുമ്പോൾ നല്ല രസമുണ്ട്. പിന്നെ എന്താണ് കേക്ക് വെച്ചാൽ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ അത് സംഗതി തീരുമാനമാക്കില്ല പഠിച്ചോനെ. പിന്നെ അവൻ കഴിഞ്ഞ് നേരെ പോയത് ഓളെ ചങ്ങാച്ചിന്റെ വരികയാണ്. ചങ്ങാച്ചിനെ കാണിച്ചിട്ട് എന്നെ ടാഗ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഓളെ പൂച്ചനെ കാണിച്ചാൽ നല്ല രസമുള്ള ചൊറുക്കുള്ള പൂച്ച. നമ്മളെ പൂച്ചനാണ്ട് നല്ല രസമുണ്ട്. ചെറിയ പൂച്ചയുടെ കുട്ടിയാണ്, 3 മാസത്തെ ആയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. എന്താ രസമോ. അതിനെ കണ്ട പിന്നെ അയറിന് വെറുതെ വിടുമോ? അതിന് പിന്നെ വെറുതെ വിടില്ല. പൂച്ചനെ കണ്ട അവൾ വെറുതെ വിടുന്ന സ്വഭാവമല്ല. അതിനെടുത്ത് കളിച്ചിന്റെ പഠിച്ചോനെ അതിനെ കൊണ്ടുവരാൻ നുള്ളയിലെ കഴിഞ്ഞ് നമ്മളവിടുന്ന് പോകുന്നതാ വേറെ വിഷയം. ഇങ്ങനെ പൂച്ചനെ ഇഷ്ടം പേടില്ലാത്തൊരു മനുഷ്യനെ അതുവരെ കണ്ടില്ല. അവന്റെ അതിനെ പിടിച്ച് തൂക്കി തലയിലെ കെട്ടിയാണ്ട് പടച്ചോൻ എന്തൊക്കെയാ കാണണം നോക്കാനല്ല. ഇഷ്ടം കൊണ്ടാണ് ഒന്നും വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ്. കുട്ടികളെ നല്ല ഇഷ്ടക്കാരൻ പൂച്ചാളെ. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. കുറേ വീഡിയോസ് ആഡ് ചെയ്യേണ്ട, പക്ഷെ നമുക്ക് 3 മിനിറ്റല്ലേ പറ്റുള്ളൂ ഷോർട്സ് ആയതുകൊണ്ട്. വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വലിയ എന്തുണ്ടാവില്ല, വ്യൂസും കാണില്ല. അതുകൊണ്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വേറെ നമുക്ക് റീൽസും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടാം. സോ സ്നേഹം മാത്രം. ലോട്ട്സ് ഓഫ് ലവ്. ഉഡായിപ്പൻ 2.0. ലവ് യു. ലോട്ട്സ് ഓഫ് ലവ്. ബൈ.